ഇന്ന് നമ്മൾ പഠിക്കുന്നത് മഹാപീഡനകാലത്ത് നാമധേയ ക്രൈസ്തവ സമൂഹത്തിന്റെ അവസ്ഥ എന്ത് എന്നുള്ളത്. നാമധേയ ക്രൈസ്തവ സമൂഹത്തിന്റെ അവസ്ഥ. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മതം ക്രിസ്തു മതമാണ്. ജനസംഖ്യാനുപാതികമായി ലോകമതങ്ങളുടെ കണക്കെടുത്താൽ ക്രിസ്ത്യാനിറ്റി വലിയ ഒരു സംഖ്യയാണ്. മതമില്ലാത്തവരുടെ എണ്ണവും ഒട്ടും വ്യത്യസ്തമല്ല. അപ്പോ ഈ വലിയൊരു ക്രൈസ്തവ സമൂഹം മഹാപീഡനകാലത്ത് അവർക്ക് എന്ത് സംഭവിക്കും? ഇവരെല്ലാം ക്രിസ്ത്യാനികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും എല്ലാവർക്കും വ്യക്തിപരമായ രക്ഷാനുഭവമുള്ളവരുടെ സമൂഹമല്ല. ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത് രക്ഷിക്കപ്പെട്ടവർ ഈ ക്രൈസ്തവ സമൂഹങ്ങളിലുണ്ട്, ഒറ്റപ്പെട്ടവരായി. എന്നാൽ ആ സമൂഹം മുഴുവൻ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമല്ല. അത് കത്തോലിക്കർ മുതൽ നമ്മുടെ ഇന്നത്തെ ആധുനിക സഭ വരെ നമ്മൾ എടുത്താൽ ഇതിലെല്ലാം രക്ഷിക്കപ്പെട്ടവർ ഉണ്ടെന്ന് കാണാൻ കഴിയും. മനസ്സിലാകുന്നുള്ളൂ. അത് വ്യക്തമായി രക്ഷയെ സംബന്ധിച്ച് പഠിപ്പിക്കാത്ത സഭകളിൽ അങ്ങനെയുള്ളവരുടെ എണ്ണം കൂടുതലാണ്. കർത്താവിന്റെ രഹസ്യവരവിൽ എടുക്കപ്പോകുന്ന സഭ ഒഴിച്ച് എടുക്കപ്പെടാതെ പോകുന്ന ക്രിസ്ത്യാനികളായിരിക്കും എടുക്കപ്പെട്ടവരെക്കാൾ കൂടുതൽ എണ്ണത്തിൽ അവരായിരിക്കും. 220 കോടി ക്രൈസ്തവരുണ്ടെങ്കിൽ വീണ്ടും ജനനാനുഭവമുള്ള 40 കോടിയോളം ആളുകൾ ഉണ്ടെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. 10 കോടി അവിടെ കിടക്കുന്നു, 220 കോടി അവിടെ കിടക്കുന്നു. അപ്പൊ മഹാസമൂഹം ക്രൈസ്തവർ രക്ഷാനുഭവം വ്യക്തിപരമായി പെട്ടവരല്ല. എന്നാൽ ആ സമൂഹങ്ങളിൽ രക്ഷിക്കപ്പെട്ടവരുണ്ട്, ഒറ്റപ്പെട്ടവരായി രക്ഷിക്കപ്പെട്ടവരുണ്ട്. അത് കത്തോലിക്ക സഭയിലുമുണ്ട്, യാക്കോബായ ഓർത്തഡോക്സ് സമൂഹങ്ങളിലുണ്ട്, ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിലുണ്ട്, മാർത്തോമാ സഭയിലുണ്ട്, CSI സഭയുണ്ട്, വേർപാട് സമൂഹങ്ങളിലുണ്ട്, സമൂഹങ്ങളിലുണ്ട്. ഇതിലൊക്കെ എണ്ണത്തിൽ കുറവ് ഈ സഭയിലായിരിക്കും. അതിന് കാരണം അവിടെ വ്യക്തിപരമായ രക്ഷയ്ക്ക് ഊന്നൽ കൊടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ട്. അതിന്റെ കാരണം അവിടെ ശിശു സ്നാനം അല്ലെങ്കിൽ മാമോദീസ എന്ന ചടങ്ങ് കുഞ്ഞുനാളിൽ കൊടുക്കുന്നത് കൊണ്ട് അവൻ ക്രിസ്ത്യാനിയായിട്ടാണ് വളരുന്നത്. വേറെ ടീച്ചിങ്ങിന്റെ ആവശ്യമില്ല, രക്ഷയിലേക്ക് നയിക്കേണ്ട ആവശ്യമില്ല. കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ മാമോദീസ കൊടുക്കുകയല്ലേ, അവരെ മാറ്റുകയല്ലേ, അവൻ അംഗമായി മാറുകയല്ലേ. ആ അളവിൽ തുടർന്ന് വരുമ്പോൾ തന്നെ അവന് കുർബാന കൊടുക്കുന്നു, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുക. വ്യക്തിപരമായി രക്ഷാനുഭവം ഈ എപ്പിസ്കോപ്പൽ സഭകളിൽ ഇവാഞ്ചലിക്കൽ സഭയെ അപേക്ഷിച്ച് കുറവായിരിക്കും. അപേക്ഷിക്കപ്പെടാത്ത ഒരാളും സഭമാകുന്നത് എങ്ങനെയാണ്? നമുക്ക് വായിക്കാം. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം. അവർ മാത്രമാണ് സഭാംഗങ്ങൾ, അല്ലാത്തവരാരുമില്ല. പ്രവൃത്തികൾ 2-ാം അധ്യായം 47-ാം വാക്യം അവസാന വാദം വായിക്കാം. പ്രവൃത്തികൾ 2:47 അവസാന വാചകം. കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരെ ദിനം സഭയോട് ചേർത്തു.
സഭ എന്നത് കർത്താവിന്റെ പണിയാണ്. അതിലാരാണ് ചേർക്കുന്നത്? കർത്താവാണ്. ആരെയാണ് ചേർക്കുന്നത്? രക്ഷിക്കപ്പെട്ടവരെയാണ്. അവർ രക്ഷിക്കപ്പെടാത്ത ഒരുവനും സഭയുടെ അംഗമല്ല. സഭംഗമല്ലാത്ത ആളുകൾ കർത്താവിന്റെ വരവിൽ തള്ളപ്പെടും. അതുകൊണ്ടാണ് നമ്മള് സുവിശേഷാനുസൃതമായി പോകുന്ന സഭയിൽ രക്ഷ വളരെ വ്യക്തമായി അതുകൊണ്ടാണ്. ഒരാൾ ക്രിസ്ത്യാനിയുടെ മകനായതുകൊണ്ടോ പാസ്റ്ററുടെ മകനായതുകൊണ്ടോ അയാൾ രക്ഷിക്കപ്പെടാനാകുന്നില്ല. തമാശയായി കേട്ടിട്ടുണ്ട്. എന്ന ചെറുക്കൻ്റെ കുട്ടിയോട് ചോദിച്ചു, മോള് രക്ഷിക്കപ്പെടാണോ? ഉടനെ അമ്മ ചാടിക്കയറി പറഞ്ഞു, അവൾ അതിന് മോശമല്ല. തള്ള വിചാരിച്ചത് ഈ കലാകായിക കാര്യങ്ങളിലെ പെർഫോമൻസ് പോലെ ഏതാണ്ടാണെന്നാ. അവ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്നു തള്ളയ്ക്കും അറിയില്ല, മൂക്കും അറിയില്ല. അവ രക്ഷിക്കപ്പെട്ടവർ മാത്രമാണ് സഭ. അതേത്? ആകമാനമുള്ള സഭ. കർത്താവിന്റെ സഭ അദൃശ്യ സഭയാണ്. ലോകമെമ്പാടുമുള്ള ആളുകളിൽ പലരും അതിനകത്തുണ്ട്. ആര് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ അവരതിനകത്തുണ്ട്. രക്ഷിക്കപ്പെട്ടവർ അതിനകത്തില്ല. കർത്താവിന്റെ അദൃശ്യ വരവിൽ രക്ഷിക്കപ്പെട്ടവരെല്ലാം കൈവിടപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ മരണക്കിടക്കയിലാണെങ്കിൽ രക്ഷാവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. അതുകൊണ്ടാണ്, നിർബന്ധിക്കുകയല്ല, നമ്മൾ രക്ഷാവാചകം ചൊല്ലിക്കൊടുക്കും. എന്താ രക്ഷാവാചകം ചൊല്ലിക്കൊടുക്കുന്നത്? ഞാന് ഒരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. എന്റെ പാപത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതെന്ന് ഞാൻ അംഗീകരിക്കുന്നു. ഇന്നു മുതൽ യേശുവിനെ എൻ്റെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ഞാൻ ഹൃദയത്തോടെ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങൾ ഏറ്റുപറയുന്നതിനാണ്. സഭാംഗമാകുന്നത് രക്ഷിക്കപ്പെടുമ്പോഴാണ്. അപ്പോ ഞാൻ ക്ലിയർ ആകാനാണ് വിശദമാക്കിയത്. നാമധേയ ക്രൈസ്തവ സമൂഹങ്ങളിൽ രക്ഷിക്കപ്പെട്ടവരാരും കർത്താവിന്റെ വരവിൽ എടുക്കപ്പെട്ടില്ല. അങ്ങനെ രക്ഷിക്കപ്പെട്ട കർത്താവിന്റെ വരവിൽ എടുക്കപ്പെട്ട വലിയൊരു സമൂഹം കണക്കനുസരിച്ചാണെങ്കിൽ 180 കോടി ആളുകൾ. 40 എടുക്കപ്പെടുക എന്ന് വിചാരിച്ചോ? 180 കോടി ആളുകൾ ഇന്ത്യൻ ജനസംഖ്യയേക്കാൾ കൂടുതലാണത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ജനസംഖ്യയേക്കാൾ കൂടുതലാണ് കർത്താവിന്റെ വരവിൽ ക്രൈസ്തവർ. അവർക്കെന്ത് സംഭവിക്കുമെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അങ്ങനെ സമൂഹം തള്ളപ്പെടുമെന്ന് ഓർക്കണം. അവരിൽ ഒരു വിഭാഗം, അവരും രണ്ടു കൂട്ടമായി തിരിയും. അവരിൽ ഒരു വിഭാഗം രക്തസാക്ഷികളായി മാറും. നമുക്ക് 7-ാം അധ്യായത്തിലേക്ക് വരാം. കഴിഞ്ഞ ആഴ്ച ആരോ അതിന് ബന്ധമായി ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് അടുത്ത ആഴ്ചയിൽ പിന്നീട് ആ ഭാഗം വിശദമാക്കാം എന്നും ഞാൻ പറഞ്ഞിരുന്നു. വെളിപ്പാട് 7-ാം അധ്യായത്തിലേക്ക് വരാം. 7-ാം അധ്യായത്തിന്റെ 9 മുതൽ 9 വാക്യങ്ങൾ വായിക്കാം. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയെങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് കുഞ്ഞാടിന് മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് ഇരിക്കുന്നവനായ കുഞ്ഞാടിന്റെയും എന്ന് അവർ അത്യുച്ചത്തിൽ കൊണ്ടിരുന്നു. ഇവരെവിടുന്ന് വന്നവരാണ്? 14-ാം വാക്യം. ഇവരെവിടുന്നാ വന്നത്? 14-ാം വാക്യം. യജമാനൻ അറിയുമോ
എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഉം. ഇവർ മഹാകഷ്ടത്തിൽ നിന്നും വന്നവർ. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. മതി. ഈ ആർക്കും എണ്ണിക്കൂടാത്ത, യോഹന്നാനൊന്ന് എണ്ണാൻ നോക്കി, എണ്ണാൻ പറ്റുന്നില്ല. വലിയ പുരുഷാരമാണ്. ജാതികൾ, ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ എല്ലാത്തിൽ നിന്നും ഉള്ളവരാ. ഇവർ വന്നത് ഇവിടുന്ന മഹാകഷ്ടത്തിൽ നിന്ന്. മഹാകഷ്ടം എന്ന ഗ്രേറ്റ് ട്രിബുലേഷൻ, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ്. ഇവരെന്ത് ചെയ്തു? നമ്മുടെ അങ്കി വെളുപ്പിച്ചത് കർത്താവാ, ഇവരുടെ അങ്കി വെളുപ്പിച്ചത് ഇവർ തന്നെ. വ്യത്യാസം. നമ്മുടെ ജീവിത വസ്ത്രത്തിന്റെ കറ പിടിച്ച അങ്കി മാറ്റി നീതിയുടെ വസ്ത്രം നമ്മെ ധരിപ്പിച്ചത് നമ്മുടെ കർത്താവാണ്. എന്നാൽ ഈ വലിയ പുരുഷാരത്തെ അവരുടെ അങ്കി അവരലക്കി വെളുപ്പിച്ചുകൊണ്ട് വന്നിരിക്കുക. അവർക്ക് ബന്ധപ്പാടുണ്ടായി. നമ്മുടെ ജീവിതത്തിന്റെ വസ്ത്രം നമ്മൾ അലക്കിയതല്ല, നമ്മൾ വെളുപ്പിച്ചെടുത്തതല്ല. കർത്താവ് നമുക്ക് സൗജന്യമായി തന്ന നീതിയുടെ ശുഭ്രമായ അങ്കി നമ്മൾ ധരിക്കുന്നു. എന്ന് ഇവിടെ അങ്ങനെയല്ല. അവർ മഹാകഷ്ടത്തിൽ നിന്ന് വരുന്നവരും തങ്ങളുടെ അങ്കി അലക്കി കുഞ്ഞാടിന്റെ രക്തത്തിൽ വെളുപ്പിച്ചെടുത്തവരും. ഇവരെല്ലാം സകല ഗോത്രത്തിൽ നിന്നും വന്നതാ. ഇവരെന്താ ചെയ്ത്? രക്ഷ എന്നത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം. അവ രക്തസാക്ഷികളാകുന്ന വലിയൊരു കൂട്ടം മഹാപീഡന കാലത്തുണ്ട്. ഇവരിൽ ഭൂരിപക്ഷവും നാമധേയ ക്രൈസ്തവ സമൂഹക്കാരാകാൻ സാധ്യതയുണ്ട്. കാരണം യേശുവിന്റെ മടങ്ങിവരവ് നടന്നു കഴിഞ്ഞാൽ ഉടനെ ലോകത്തുണ്ടാകുന്ന ഏറ്റവും വലിയ സംഭവം, കോടിക്കണക്കിന് ആളുകൾ വളരെ പെട്ടെന്ന് അപ്രത്യക്ഷരായിരിക്കുന്നു. ഞാൻ മുമ്പേ ഒരു കണക്ക് പറഞ്ഞല്ലോ, കരിസ്മാറ്റിക്കുകളുടെ ടോട്ടൽ എണ്ണമാണ് 40 കോടി. 40 കോടി കോസ്റ്റൽസും കരിസ്മാറ്റിക്സിനെയും കൂടി എന്നാണ്. ഈ കണക്കനുസരിച്ചാണെങ്കിൽ 40 കോടിയാണ്. പഴയ കണക്കായത് അല്ല, കുറച്ച് പഴയതാ. 40 കോടി ജനങ്ങൾ ഒരു സുപ്രഭാതത്തിൽ വളരെ പെട്ടെന്ന് അപ്രത്യക്ഷരായാൽ ലോകമടങ്ങിയിരിക്കുമോ? ലോകം അതിനെക്കുറിച്ച് പഠിക്കും. ഇന്ത്യയും ഗവൺമെന്റ് പഠിക്കും. ഇന്ത്യയിൽ നിന്ന് എത്ര ആളുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, വളരെ പെട്ടെന്ന് കാണാനില്ല. എന്ത് സംഭവിച്ചു? ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം, ഇന്ത്യയുടെ സൈനിക വിഭാഗങ്ങൾ, എയർഫോഴ്സ്, നേവി, മിലിറ്ററി, സകല ശക്തികൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ നഷ്ടപ്പെട്ട ആളുകൾ എവിടെ പോയി അന്വേഷിക്കും? അമേരിക്ക ഗവൺമെന്റ് അന്വേഷിക്കും, ബ്രിട്ടീഷ് ഗവൺമെന്റ് അന്വേഷിക്കും. കാരണം വളരെ പെട്ടെന്ന് ഇത്രയും ആൾക്കാരെ കാണാനില്ലാതായി. എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. ഒടുവിൽ ചില ദിവസങ്ങൾക്കുള്ളിൽ രാജ്യങ്ങളുടെ പഠനങ്ങളുടെ റിപ്പോർട്ട് വരും. ഈ പോയ ആളുകളൊക്കെ അവർ വിശ്വസിച്ചിരുന്ന സഭയുടെ വിശ്വാസപ്രമാണം ഇതായിരുന്നു: യേശു ക്രിസ്തു മടങ്ങി വരുമെന്നും ആ വരവിൽ തങ്ങൾ എടുക്കപ്പെടുമെന്നും വിശ്വസിച്ചവരാണ് ഈ നഷ്ടം, ഈ കാണാതായവർ മുഴുവൻ. എല്ലാ ഗവൺമെന്റിന്റെയും രഹസ്യാന്വേഷണ വിഭാഗ റിപ്പോർട്ട് പുറത്തുകൊണ്ടുവരും. ഈ കാണാതായ ആരാണെന്ന് പഠിക്കും. ആരാണ് കാണാതായത്? ശബരിമലയ്ക്ക് കെട്ടിപ്പോയ അയ്യപ്പന്മാരല്ല കാണാതായത്. മക്കയിലേക്ക് പോയ മുസ്ലിങ്ങളല്ല കാണാതായത്. വേളാങ്കണ്ണിക്കോ ഗുരുവായൂരിനോ തീർത്ഥാടനം നടത്തിയവരല്ല കാണാതായത്. കാണാതായ ആളുകൾ ആര്? എന്തായിരുന്നു അപ്പൊ അവരുടെ പ്രത്യേകത? പഠിക്കുമ്പോ ഇതാ റിപ്പോർട്ട്: കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുമെന്നും ആ വരവിൽ എടുക്കപ്പെടുമെന്നും വിശ്വസിച്ചിരുന്ന ആളുകളാണ് എടുക്കപ്പെടുന്നത് മുഴുവൻ. അവർ ഈ മുമ്പ് അനുഭവക്കാരാണ് കൂടുതലും. അപ്പൊ ഭൂലോകമെങ്ങുമുള്ള സകല ഗവൺമെന്റും ഇന്റർപോളും അന്തിമ റിപ്പോർട്ട് ആഴ്ചകൾക്കുള്ളിൽ തയ്യാറാക്കി കഴിയും. ഇത് ഈ ബൈബിൾ അനുസരിച്ച് വിശ്വസിച്ച് കഴിഞ്ഞിരുന്ന ആളുകളാണ് ഈ അപ്രത്യക്ഷരായവർ മുഴുവൻ. അവരെ ഭൂമിയിലെങ്ങും കാണാനില്ല. അവരുണ്ടോ എന്ന് അറിയാനായിട്ടുള്ള അന്വേഷണങ്ങൾ സാറ്റലൈറ്റ് വഴി നടത്തി.
അവരുടെ മൃതശരീരങ്ങൾ കടലിലെങ്ങാനും വീണോന്നറിയാൻ കടലിൽ അന്വേഷണം നടത്തി. ഇനി അന്യഗ്രഹത്തിലേക്ക് പോയോ ഇല്ലയോ, അതാണ് ഇപ്പോൾ സംശയം. അന്യഗ്രഹ ജീവികളെ പൊക്കിക്കൊണ്ടുപോയോ, ഏലിയൻസ് അവരെ കൊണ്ടുപോയോ, പല നിഗമനങ്ങളാ വരാൻ പോകുന്നത്. ആ ഒടുവിൽ ജനങ്ങൾക്കും ലോകത്തിനും ഒരു കാര്യം മനസ്സിലായി: ഈ അപേക്ഷരായ മനുഷ്യർ മുഴുവൻ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ വിശ്വസിച്ച് ശിക്ഷയോടെ കാത്തിരുന്നവരാണ്. അപ്പോ ആരാണ് നെഞ്ചത്ത് ആദ്യം കൈവയ്ക്കുന്നതെന്നറിയാമോ? ക്രൈസ്തവ സമൂഹമാണ് നെഞ്ചത്ത് കൈവയ്ക്കുന്നത്. അവരെല്ലാരും പറയും, അയ്യോടാ ഞങ്ങളും ക്രിസ്ത്യാനികളായിരുന്നു, പക്ഷെ ഞങ്ങളൊന്നും യേശു മടങ്ങി വരുമെന്ന് വേണ്ടത്ര ഗൗരവമായിട്ട് എടുത്തില്ല. അയ്യോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചിലരെ കാണാനില്ല, അവരിടയ്ക്കിടയ്ക്ക് പാത്ത കൂട്ടായ്മയ്ക്കെന്ന് പറഞ്ഞ് പോകുമായിരുന്നു, ഞങ്ങളാ കൂടെ പോകാൻ മടി കാണിച്ചു, നാണക്കേടാണല്ലോ എന്ന് ഓർത്ത്. അപ്പൊ ക്രൈസ്തവ സമൂഹം ആകമാനം ഉണരും. അവര് പറയും, പറ്റിപ്പോയി, ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം കൂടെ ചതിച്ചല്ലോ, ഞങ്ങളെ ഇത് പഠിപ്പിച്ചില്ലല്ലോ, ഗൗരവത്തോടെ കാര്യം പറഞ്ഞില്ലല്ലോ, പെരുന്നാൾ നടത്തി, നേർച്ച നടത്തി, പല പരിപാടി നടത്തി, പക്ഷേ യേശുവിന് മടങ്ങി വരുവാനുവേണ്ടി ഞങ്ങളെ ഒരുക്കിയില്ലല്ലോ, സത്യത്തിൽ പറഞ്ഞതുപോലെ സംഭവിച്ചല്ലോ, ഞങ്ങൾ ഇനി എന്തു ചെയ്യും, നരകത്തിൽ പോവുമല്ലോ. ആദിയായി വെപ്രാളമായി എന്ത് ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയാതായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെളിപ്പാട് പുസ്തകത്തിൽ പോലെ എതിർ ക്രിസ്തു അവന്റെ വെക്കുകയും സകല മനുഷ്യരും അതിനെ നമസ്കരിച്ച് മുദ്രയേൽക്കണമെന്ന കൽപ്പന പുറത്തു വരുന്ന. അപ്പൊ ഈ സമൂഹം എന്ത് ചെയ്യും? അവർക്ക് മനസ്സിലായി രക്ഷപ്പെടാൻ ഒരു മാർഗമേ ഉള്ളൂ. ജീവൻ പോയാലും എതിർ ക്രിസ്തുവിന്റെ നിയമം അനുസരിക്കരുത്. അങ്ങനെ എതിർ ക്രിസ്തുവിനെ അനുസരിക്കാതെ വരുന്നത് കൊണ്ട് സ്വന്തം ജീവൻ കൊടുത്ത് രക്തസാക്ഷികളായിത്തീരുന്ന ഒരു വലിയ വിഭാഗം മഹാപീഡനകാലത്തുണ്ടാകും. അപ്പൊ നാമധേയ ക്രൈസ്തവ സമൂഹത്തിൽ ഒരു ഭാഗം രക്തസാക്ഷികളായി എടുക്കപ്പെടും. അവർക്ക് കാര്യം മനസ്സിലായി. നമ്മളെ ഉള്ളവരെ, നമ്മളെ കുറിച്ച് അറിയാവുന്നവരെ കൈവിടപ്പെട്ടു പോകുമ്പോൾ കാര്യം ഉടനെ മനസ്സിലാക്കും, കാര്യം റിയലൈസ് ചെയ്യും. അതാണ് ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം എന്താ? അവരെന്ത് ചെയ്യും? നമുക്ക് വരാം, വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വരാം. നാമധേയ ക്രൈസ്തവ സമൂഹത്തിന്റെ അവശേഷിക്കുന്ന മറ്റേ വിഭാഗം, അവരുടെ അവസ്ഥ എന്താണ്? വെളിപ്പാട് 17-ാം അധ്യായം 1 മുതൽ ചില വാക്യങ്ങൾ വായിക്കാം. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആ 7 തലയും 10 കൊമ്പും ഉള്ളതായി ഭൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ള ഒരു മൃഗത്തിനുമേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. വായിച്ചോ. ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടും ചുവപ്പു നിറവും ഉള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. മർമ്മം, മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേര് അവളുടെ നെറ്റിൽ എഴുതിയിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ രക്തവും. മതി 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 അത്ര മതി മതി. അപ്പൊ ഇവിടെ എന്താണ് വെളിപ്പാട് 17-ാം അധ്യായത്തിലെ വിഷയം? ഒരു സ്ത്രീയെ കാണുകയാണ്. ഈ സ്ത്രീ എന്ന വാക്ക് ബൈബിൾ ഉപയോഗിക്കുന്നത് കന്യകാത്വം നഷ്ടപ്പെട്ടവൾ എന്ന അർത്ഥത്തിലാണ്. കന്യകയുടെ ഓപ്പോസിറ്റ് വേർഡാണ് സ്ത്രീ. നമ്മുടെ മറിയെ കുറിച്ചുള്ള പ്രവചനം വായിക്കുന്നല്ലോ, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. സ്ത്രീ എന്നല്ല, സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾ കന്യകയാണെന്നൊരു അർത്ഥമേ ഇല്ല. ഇവിടെയും പറയണ സ്ത്രീ. ആരാണ് ഈ സ്ത്രീ? പൊന്നും രക്തവും മുത്തുമണിഞ്ഞ് അവളുടെ നെറ്റിയിൽ ഒരു പേരെഴുതിയിട്ടുണ്ട്, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള സകല മ്ലേച്ഛതകളുടെയും സകല വേശ്യമാരുടെയും
അമ്മയാണ് അവൾ. ഒത്തിരി ചരിത്രം പറയേണ്ടി വരും. ഈ സ്ത്രീ ആരാണ് വാസ്തവത്തിൽ? ഇതൊരു നഗരമാണ്, ഒരു രാജ്യമാണ്. ഇതൊരു രാജ്യമാണ്. എന്താ ഇവരുടെ ഇങ്ങനെ ഒരു നഗരത്തെയോ രാജ്യത്തെയോ സ്ത്രീ എന്ന് വിളിക്കാറുണ്ടോ? വിളിക്കും. വേദപുസ്തകത്തിന്റെ ആത്മീക ഭാഷയിൽ സ്ത്രീ എന്ന് വിളിക്കുന്നത് ഒരു രാജ്യത്തെയോ നഗരത്തെയോ വിളിക്കാം. നമുക്കൊന്ന് നോക്കാം. എഹെസ്കേൽ പ്രവാചകൻ എന്റെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 1ഉം 2ഉം വാക്യങ്ങൾ മാത്രം വായിക്കാം. താഴോട്ട് വായിക്കരുത്, 1ഉം 2ഉം മാത്രം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, മനുഷ്യപുത്ര, ഒരമ്മയുടെ മക്കളായ 2 സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവർ മിസ്രയീമിൽ വെച്ച് പരസംഗം ചെയ്തു. മതി അവിടെ നിന്ന്. ഇതാരാണ് ഈ സ്ത്രീ? ഇത് രണ്ട് സ്ത്രീകൾ എന്നാണ് കൊടുത്തത്. ഈ 2 സ്ത്രീകൾ 2 നഗരങ്ങളാ, 2 രാജ്യങ്ങളാ. 4-ാം വാക്യം അതിന്റെ 2-ാം നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാതെ വേണ്ട. 4-ാം വാക്യം വായിച്ചോ. 4-ാം വാക്യം വായിക്കാം, ക്ലിയർ ആവും. അവരിൽ മൂത്തവർക്ക് ഒഹല്ല എന്നും ഇളയവൾക്ക് ഒഹോലീബ എന്നും പേരായിരുന്നു. അവർ എനിക്കുള്ളവരായിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും പ്രസവിച്ചു. അവരുടെ പേരോ ഒഹല്ല എന്നതും ശമരിയും ഒഹലീബ എന്നതും യെരൂശലേമും ആകുന്നു. മതി. താങ്ക് യു. ഒഹോല എന്നത് ശമരിയും ഒഹോലീബ എന്നത് യെരൂശലേമുമാകുന്നു. 2 സ്ത്രീകളാണ്. അവൻ നഗരങ്ങളെ സ്ത്രീകളുടെ വിശേഷിപ്പിച്ചിരിക്കുക. എന്താ ഇവരുടെ കുറ്റം? ഇവർ പ്രസംഗം ചെയ്തു. അത്രമാത്രം അധികം മനസ്സിലാക്കണം. യെരൂശലേമും ശമരിയും പ്രസംഗം ചെയ്തു. എന്താ ഇങ്ങനെ കാരണം? ശലോമോന്റെ കാലശേഷം ഇസ്രായേൽ 2ആയി വിഭജിക്കപ്പെട്ടു. ഒന്ന് വടക്കേ രാജ്യം, മറ്റേത് തെക്കേ രാജ്യം. തെക്കേ രാജ്യത്തിന്റെ തലസ്ഥാനമാണ് യെരൂശലേം. വടക്കേ രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ശമരിയ. മനസ്സിലായോ? 2 രാജ്യങ്ങളാ. ഇസ്രായേൽ എന്ന ഒറ്റ രാജ്യം ആയിരുന്നപ്പോ ഇസ്രായേലിന് പ്രതി രാജാക്കന്മാരാണ് ശൗൽ, ദാവീദ്, ശലോമോൻ. ഇസ്രായേൽ എന്ന ഐക്യ രാജ്യത്തെ 12 ഗോത്രങ്ങളെയും ഭരിച്ച രാജാക്കന്മാരാണ് അവര്. എന്നാൽ ശലോമോന്റെ കാലശേഷം രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. വടക്കേ രാജ്യത്തിന് ഇസ്രായേൽ എന്നും തെക്കേ രാജ്യത്തിന് യഹൂദ എന്നും പേര് വിളിച്ചു. യഹൂദയുടെ തലസ്ഥാനം യെരൂശലേമും ഇസ്രായേലിന്റെ തലസ്ഥാനം ശമരിയുമായിരുന്നു. അവരെ 2 സ്ത്രീകൾ എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം ഇസ്രായേലും യഹൂദയും സ്ത്രീകൾക്ക് തുല്യരാണ്. അവർ പരസംഗം ചെയ്തു. എന്താ പ്രസംഗം? വേശ്യാവൃത്തി എന്ന വാക്കിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ആണ് യഥാർത്ഥത്തിൽ വേശ്യ എന്ന് വിളിക്കപ്പെടുന്നത്. ഒരു പുരുഷനോട് ഉടമ്പടി ചെയ്തിട്ട് ആ ഉടമ്പടി ലംഘിച്ച് അനേകരുടെ പിന്നാലെ പോകുന്ന ഒരു സ്ത്രീക്ക് സമൂഹം കൽപ്പന നൽകിയ പേരാണ് വേശ്യ എന്നുള്ളത്. ഞാൻ ആവർത്തിക്കാം. ഒരിക്കൽ ഒരു പുരുഷന് വേണ്ടി ഉഭയസമ്മതവും ഉടമ്പടി മൂലവും ഭാര്യയായി ചേർന്നതിന് ശേഷം ആ ഉടമ്പടി ലംഘിച്ച് അനേക ജാരന്മാരുടെ ഒരാളെയാണ് വേശ്യ എന്ന് വിളിക്കുന്നത്. എന്താ ഇസ്രായേലിനും യഹൂദയ്ക്കും പറ്റിയത്? അവർ സത്യതയുമായ യഹോവയെ വിട്ടിട്ട് അനേക വ്യാജ ദൈവങ്ങളുടെ പിന്നാലെ പോയി. കനാന്യ ദൈവങ്ങളുടെ പിന്നാലെ, അസീറിയൻ ദൈവങ്ങളുടെ പിന്നാലെ, ബാബിലോണിയൻ ദൈവത്തിന്റെ പിന്നാലെ, ഈജിപ്ത് ദൈവങ്ങളുടെ പിന്നാലെ ഒക്കെ അവർ പോയി. അതിനെയാണ് വേശ്യാവൃത്തി എന്ന് പറയുന്നത്. സത്യദൈവത്തെ വിട്ട് അന്യദൈവങ്ങളുടെ പിന്നാലെ പോയാൽ ആത്മീക ഭാഷയിൽ അതിനെ പരസംഗം എന്ന് വിളിക്കുന്നു.
ഇനി നമുക്ക് വെളിപ്പാട് പേരിലേക്ക് മടങ്ങി വരാം. എന്താണ് ഇവളുടെ പേര്? ഈ സ്ത്രീയുടെ പേര് വേശ്യ. വേശ്യ മാത്രമല്ല, അവൾ വേശ്യമാരുടെ മാതാവും കൂടെയാണ്. ക്രൈസ്തവ സമൂഹം ഒരു പുരുഷന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവളാണ്. ക്രിസ്ത്യാനി എങ്ങനെയാണോ? വായിക്കാം. 2 കൊരിന്ത്യർ 1 അധ്യായത്തിന്റെ 2ഉം 3ഉം വാക്യങ്ങൾ വായിക്കാം. 2 കൊരിന്ത്യർ 11-ന്റെ 2ഉം 3ഉം വാക്യങ്ങൾ. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ നീതിയോടെ എഴുതുന്നു. വായിക്കോ. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ കന്യകയെ ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. മതി. അപ്പൊ സഭയെ ക്രിസ്തു എന്ന ഏകപുരുഷന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവളാണ്. എന്നാൽ ഒരു ഭയം പൗലോസിനുണ്ട്. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും കളഞ്ഞ് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ക്രിസ്തീയ സമൂഹം അല്ലെങ്കിൽ സഭ യേശു ക്രിസ്തു എന്ന ഏക മണവാളനുമായി ഉടമ്പടി ചെയ്യപ്പെട്ടതാണ്. ആ മണവാളനല്ലാതെ വേറെ ആരും അവൾക്കില്ല. എന്നാൽ ക്രൈസ്തവ സമൂഹം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലം മുതൽ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത ഉപേക്ഷിച്ചു. 4-ാം നൂറ്റാണ്ടും 6-ാം നൂറ്റാണ്ടുമായപ്പോൾ ക്രൈസ്തവ സഭയ്ക്ക് അനേകം ജാരന്മാരുണ്ടായി, പുണ്യവാളന്മാരുണ്ടായി, മധ്യസ്ഥന്മാരുണ്ടായി. യേശുവിനോടല്ല പ്രാർത്ഥിക്കുന്നത്, മറ്റ് വ്യാജ ഇത്തരത്തിലുള്ള ജാരന്മാരോടാണ് പ്രാർത്ഥിക്കുക. അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. യേശു മാത്രമാണ് മധ്യസ്ഥൻ, യേശു മാത്രമാണ് മണവാളൻ, യേശു മാത്രമാണ് രക്ഷകൻ, യേശു മാത്രമാണ് കർത്താവ്. വേറെ ആരും ഉണ്ടാകാൻ പാടില്ല. പക്ഷെ എന്തിനു പറയുന്നു? മരിച്ചുപോയ പിതാക്കന്മാരും പുണ്യവാളന്മാരും മധ്യസ്ഥന്മാരും എല്ലാം സഭയ്ക്ക് ഇപ്പോഴുണ്ട്. എണ്ണം നോക്കുകയില്ല. അത് ഒന്നുകിൽ കോതമംഗലത്ത് ബസോലിയോസ് ബാവയാണെങ്കിൽ വേറെ കുറെ പരിമല പുണ്യവാളനാണ്, വേറെ ചിലർക്ക് മണർകാട്ടമ്മയാണ്, വേറെ ചിലർക്ക് നമ്മുടെ കൊച്ചി തീരത്തേക്ക് ചെന്നാൽ കൊല്ലാർകാട് അമ്മയാണ്, കൊല്ലാർപാടത്തമ്മയാണ്, വേളാങ്കണ്ണി മാതാവായി, പിന്നെ യൂദാ പുണ്യവാളനായി, തേദേവൂസ് യൂദയായി, മധ്യസ്ഥന്മാരുടെ ഘോഷയാത്രയാണ്. ഇതെല്ലാം ഓരോ കാര്യത്തിനാ. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ, കോഴിക്കുഞ്ഞിനെ നോക്കാൻ വേറൊരു മധ്യസ്ഥൻ എന്ന് വേണ്ട. യേശു മാത്രമാണ് എൻ്റെ എല്ലാം എല്ലാം എന്ന് പറയുന്ന ക്രൈസ്തവർ അനേക ജാരന്മാരുടെ പ്രേതനെയാണ് ബൈബിൾ വേശ്യാവൃത്തി എന്ന് വിളിച്ചിരിക്കുന്നത്. ഇതെവിടുന്ന് വന്നു? അതാണ് ഇവിടെ പറയുന്ന മർമ്മം മഹതിയാം ബാബിലോൺ. ഇത് ബാബിലോൺ മതത്തിൽ നിന്നും ക്രൈസ്തവ സഭ കടമെടുത്തതാണിത് മുഴുവൻ. അത് 17-ാം അധ്യായം മത ബാബിലോൺ എന്നാണ് അതിനെ വിളിക്കേണ്ടത്. ലേബൽ അങ്ങനെ. എവിടുന്ന് തുടങ്ങി ഇതെല്ലാം? ഇത് ബാബിലോണിൻ മതത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. ക്രിസ്തീയമായിരുന്നില്ല. ക്രിസ്തീയമല്ലാത്തതെല്ലാം ക്രിസ്തീയമായി. ങ്ങളെ വണങ്ങാൻ തുടങ്ങി, പുണ്യവാളന്മാരുണ്ടായി, മധ്യസ്ഥന്മാരുണ്ടായി. ഇതെല്ലാം ബാബിലോണിയൻ മതത്തിന്റെ തുടർച്ചയാണ്. റോമിൽ നിന്ന് ആളുകൾ പത്രോസിന്റെ പ്രതിമയാണെന്ന് പറഞ്ഞ് വണങ്ങുന്ന പ്രതിമ വാസ്തവത്തിൽ പത്രോസിൻ്റെതല്ല, ജൂപ്പിറ്റർ ദേവന്റേതാണ്. അമ്മയും കുഞ്ഞും എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന അത് നിമ്മിന്റെ സെമിറാമീസിന്റെയും മകൻ നിനുസിന്റെയും പ്രതിമയാണ്. ഇത് ബാബിലോൺ കിട്ടിയതാ.
ബാബിലോണിയൻ മതത്തിലെ എന്തെല്ലാം കൾട്ടുകളുണ്ടോ അത് മുഴുവൻ ക്രിസ്തീയമായി മാറി. പരമാധ്യക്ഷനുണ്ടായി, എല്ലാം അധ്യക്ഷന്റെ കീഴിലായി. അങ്ങനെ രീതി 1-ാം നൂറ്റാണ്ടിലില്ല. ഒരു നേതാവായി. അതൊക്കെ വന്നത് ബാബിലോണിയൻ മതത്തിൽ നിന്നാണ്. ബാബിലോണിയൻ മതത്തിന്റെ പ്രധാന പുരോഹിതനെ പൊന്തിഫക്സ് മാക്സിമസ് എന്നാണ് വിളിച്ചിരുന്നത്. മാക്സിമസ് അതേ തന്നെയാണ് റോമിലെ മാർപ്പാപ്പയുടെ തൊപ്പിയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. ആ മാക്സിമസ് എന്ന ആ ബാബിലോണിയമാണ്. അപ്പൊ ബാബിലോൺ മതത്തെ അതേ നട്ട് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത കുറഞ്ഞുപോയി. ഈ പാരീസിന്റെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലെ വിഗ്രഹങ്ങളെ വിറ്റുകൊണ്ടിരുന്നപ്പം അതുവഴി കടന്നുപോയ ഒരു മനുഷ്യൻ വെറുതെ എന്ന് വിഗ്രഹങ്ങളുടെ വില ചോദിച്ചു. അമ്മയും കുഞ്ഞിന്റെ ഉണ്ട്, പുണ്യവാളന്മാരുടെ ഉണ്ട്, ഇങ്ങനെ ഒത്തിരി വിഗ്രഹങ്ങളുണ്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടുണ്ടാക്കിയതാ. കൂടുതൽ യേശു ക്രിസ്തുവിന്റെ പ്രതിമയുണ്ട്. പുള്ളി ഓരോന്നിന്റെ വില ചോദിച്ചു. വില ചോദിച്ചപ്പം മറിയയും മറിയയുടെ കയ്യിൽ ഉണ്ണീശോ ഇരിക്കുന്ന പ്രതിമയ്ക്ക് ഭയങ്കര വില. പിന്നെ പുണ്യവാളന്മാരുടെ വിഗ്രഹത്തിനും ഭയങ്കര വില. വലിയ വില കുറവില്ല. യേശുവിന്റെ പ്രതിമയെ ചോദിച്ചു, ഇതിനെന്നാ വില എന്ന് ചോദിച്ചു. അപ്പൊ അതിന് വില കുറവാന്ന് പറഞ്ഞു. അതെന്നാ വിലക്കുറവെന്ന് ചോദിച്ചു. പറഞ്ഞു, അത് അധികം പേർക്ക് വേണ്ട. അത് അധികം പേർക്ക് വേണ്ട. വേണ്ടത് മുഴുവൻ ഈ പുണ്യവാളന്മാരും മധ്യസ്ഥന്മാരും. യേശുവിനല്ല പ്രാധാന്യം. യേശുവിന്റെ പേര് നമ്മുടെ നാട്ടിൽ എല്ലാ സഭകളെടുത്തോ യേശു എത്ര പള്ളിയുണ്ട്? യേശുവിന്റെ പേരിൽ എത്ര പള്ളിയുണ്ട്? 100 പള്ളി എടുത്താൽ ഒരു പള്ളി യേശുവിന്റെ പേരിൽ ഉണ്ടെങ്കിലായി. ക്രിസ്റ്റോസ് എന്നോ ക്രിസോസ്റ്റോ എന്നോ എന്തെങ്കിലും ആ രീതിയിലുള്ള പേരുണ്ടെങ്കിലും ഉണ്ടായി. 90% പള്ളികളുടെ പേര് മറ്റു പലരുടെയും പേരുകളാണ്. ഇത് ക്രൈസ്തവ സഭയ്ക്ക് പറ്റിയ അബദ്ധമാണ്. അവർ യേശുവിനെ തള്ളി. യേശുവിന് പകരം ലോകത്തിലെ പലരെയും അതിനകത്ത് കയറ്റി. ഉദാഹരണത്തിന് സെയിന്റ് ജോർജ് എന്ന് പറയുന്ന ഒരു പുണ്യവാളനുണ്ട്. നമ്മൾ ഗീവറീസ് എന്ന് പറയും. സഹദ എന്നൂടെ ചേർക്കും. ഗീവറീസ് സഹദ. സഹദ എന്ന് പറഞ്ഞ രക്തസാക്ഷി എന്നർത്ഥം. കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പ വിശുദ്ധന്മാരുടെ പട്ടികയിൽ നിന്ന് തള്ളിക്കളഞ്ഞ ആളാണ് ഗീവർഗീസ് അല്ലെങ്കിൽ സെയിന്റ് ജോർജ്. പക്ഷേ സെയിന്റ് ജോർജിനെ കേരളത്തിലെ പള്ളികൾ ഇതുവരെ വിട്ടിട്ടില്ല. സെയിന്റ് ജോർജ് ഇല്ലാതെ ഇടപ്പള്ളിയിലോ എടത്തുവായിലോ ക്രിസ്ത്യാനികൾക്ക് ചിന്തിക്കാൻ പോലും ഒക്കുകയില്ല. ആരായി അയാൾക്ക് എന്താണ് ജോലി? അയാൾ എന്തിനാണ് ക്രൈസ്തവ സഭയുടെ ആളായത്? കുരിശ് യുദ്ധത്തിൽ പങ്കെടുത്ത പട്ടാളക്കാരൻ മാത്രമാണ് അദ്ദേഹം. മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ തുർക്കികളുടെ കയ്യിലായിരുന്ന പാലസ്തീൻ വിടുവിക്കാൻ വേണ്ടി യൂറോപ്പിൽ നിന്നും രംഗത്ത് വന്ന അനേകായിരങ്ങൾ കൊല്ലപ്പെട്ട യുദ്ധങ്ങളാണ് കുരിശ് യുദ്ധങ്ങൾ. അതിൽ കുരിശ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ വന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ് സെയിന്റ് ജോർജ് അല്ലെങ്കിൽ ഗീവറീസ് എന്ന് പറയും. അദ്ദേഹത്തിന്റെ യൂണിഫോം കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ? ആ പ്രതിമ കണ്ട് മനസ്സിലുണ്ടല്ലോ. എന്താ പ്രതിമ? ഗാന്ധിയുടെ കതറാണ് ഇട്ടേക്കുന്നത്. ഇട്ടേക്കുന്ന കുപ്പായം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുതിരപ്പുറത്ത് വരുന്ന സൈനിക ഉദ്യോഗസ്ഥൻ. കുരിശുദ്ധത്തിനായി ആളുകളെ കൊണ്ടുവന്ന ഒരു ബറ്റാലിയന്റെ നേതാവാണ് അയാൾ. അതിന്റെ കഥയുണ്ടാക്കി. എന്താ കഥ? കഥ ഇതാണ്: ഒരു പെങ്കൊച്ച് ഒരു വലിയ ജല അല്ലെങ്കിൽ ഒരു നീർച്ചാലുണ്ട്. അതിൽ വന്ന് ഒരു വ്യാളി വന്ന വെള്ളം തടയും. വെള്ളത്തിന്റെ ഒഴുക്ക് നിലയ്ക്കും താഴെ വസിക്കുന്ന ജനങ്ങൾക്ക് വെള്ളം കിട്ടാതാവും. വലിയ ശല്യമാ വ്യാളിയെ കൊണ്ട് അകൽക്കരസി. അപ്പൊ അതിന് പരിഹാരമായി എല്ലാവരും ഒരു നിയമം നടപ്പിലാക്കി. ആ നിയമം ഇതാണ്: ഒരു കന്യകയെ കൊടുക്കണം. കന്യകയെ കൊടുത്താൽ ഈ വ്യാളി അതിനെ കൊണ്ട് അങ്ങ് പൊക്കോളും. പിന്നെ ജനങ്ങൾക്ക് വെള്ളം കിട്ടും.
ഈ കന്യകയെ രക്ഷിക്കാൻ സെയിന്റ് ജോർജ് എന്നയാൾ രംഗത്ത് വന്ന് ഈ പാമ്പിനെ കൊന്നു, ഈ വ്യാളിയെ അകൽക്കറസയെ കൊന്നു, കന്യകയെ രക്ഷിച്ചു. ഇതാണ് കഥ. അങ്ങനൊരു സംഭവം നടന്നിട്ടേ ഇല്ല. പച്ചക്കള്ളമാണ്, പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന നുണയാണ്. അങ്ങനെ ഒരു കന്യകയുമില്ല, അങ്ങനെ ഒരു നീരുറയുമില്ല, അതിനെ തടയുന്നൊരു വ്യാളിയുമില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കഥയുണ്ടായത് ഇങ്ങനെയാണ്. സഭയാകുന്ന കന്യകയെ നശിപ്പിക്കാൻ വന്ന ആകൽക്കറസയെ തോൽപ്പിക്കാൻ രംഗത്ത് വന്നയാളാണ് സെയിന്റ് ജോർജ്. ക്രൈസ്തവ സഭ എന്ന കന്യകയെ ആകൽക്കറസയുടെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ, രക്ഷിക്കാൻ രംഗത്തിറങ്ങി പോരാടിയ യോദ്ധാവാണ് ഗീവർഗീസ്. ഈ വാചകത്തിൽ നിന്നുണ്ടാക്കിയ ഒരു മിത്തോളജിക്കൽ കഥയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഇത്തരത്തിൽ ക്രിസ്തുവിന്റെ സ്ഥാനവും ക്രിസ്തുവിന്റെ മഹത്വവും ക്രിസ്തുവിന്റെ പ്രാധാന്യവും ക്രൈസ്തവ സമൂഹം അപ്പടെ നിരാകരിച്ചു. ബാക്കിയുള്ള ആളുകളൊക്കെ അതിനകത്ത് വന്നു. അവരെന്താ ചെയ്തേ? അവർക്ക് എന്ത് പ്രാധാന്യം? ദൈവപുത്രനായ യേശുവിനൊപ്പം നിർത്താൻ, പകരം നിർത്താൻ യോഗ്യതയുള്ള ഒറ്റയാള് പോലും അതിനകത്തില്ല. അവരെല്ലാം പാപികൾ, യേശു പാപമില്ലാത്തവൻ. അവരെല്ലാം മരണത്തിന് കീഴ്പ്പെട്ടവർ, യേശു മരണത്തെ ജയിച്ചവൻ. അവരെല്ലാം രക്ഷ ആവശ്യമുള്ളവർ, യേശു രക്ഷിക്കുന്നവൻ. ഇവരെ തമ്മിൽ എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നേ? അപ്പൊ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റാരെ യേശുവിന്റെ സ്ഥാനത്ത് കൊണ്ടുവന്നിരുത്തിയാൽ അതിന് പറയുന്ന പേരാണ് സംഘം. അപ്പൊ പറയാ, അയ്യോ അത് യേശുവിന്റെ അപ്പോസ്തലനല്ലേ, അവര് ഞങ്ങൾക്ക് അങ്ങനെ കരുതരുതോ? ഇല്ല. ഭർത്താവിന്റെ സ്ഥാനത്ത് ഭർത്താവിന്റെ സഹോദരൻ കരുതാൻ ഒക്കുകയില്ല. ഭർത്താവിന്റെ സ്ഥാനത്ത് ഭർത്താവിന്റെ അപ്പനെ കരുതാൻ ഒക്കുകയില്ല. ഉടമ്പടി ചെയ്യപ്പെട്ട ഭർത്താവിന്റെ സ്ഥാനത്ത് ഭർത്താവിന്റെ ഏറ്റവും ക്ലോസ് ബ്ലഡ് റിലേഷൻ ഉള്ള ആളെയും കരുതാൻ ഒക്കുകയില്ല. അവരാരും ഭർത്താവിന് പരമല്ല. അപ്പൊ യേശുവിനോടുള്ള ഏകാഗ്രത വിട്ടുപോയത് കൊണ്ടാണ് അവര് മറ്റ് ജാരന്മാരുടെ പോയി. അതുകൊണ്ടാണ് അവളെ പ്രസംഗം ചെയ്തു എന്ന് പറയാൻ കാരണം. അതുകൊണ്ടാണ് ഈ സ്ത്രീയെ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന് വിളിക്കുന്നത്. ഇത് ബാബിലോണിയമാണ്. അത് റോമിൽ വന്നു. റോമിൽ നിന്നും അത് ലോകമെമ്പാടുമുള്ള ആളുകളിലേക്ക് പ്രചരിച്ചു. അതാണ് വാസ്തവം. തുടക്കം മാത്രമേ ഇന്ന് പഠിക്കുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ പഠിക്കാനൊന്നും ഇപ്പൊ സമയമില്ല. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ കർത്താവിനെ വെച്ച് നമ്മൾ പഠിക്കും. തുടക്കം മാത്രം ഞാൻ പറയുകയാണ്. സ്ത്രീ വേശ്യ എന്ന് പറയുന്നത് ആര്? നാമധേയ ക്രൈസ്തവ സമൂഹത്തെയാണ്. രക്തസാക്ഷികളായി മാറാത്ത ബാക്കിയുള്ള നാമധേയ ക്രൈസ്തവ സമൂഹത്തിന് ആത്മീക ഭാഷയിൽ വിളിക്കുന്ന മഹാവേശ്യ, സ്ത്രീ എന്നീ പേരുകൾ. അവൾക്ക് എന്ത് സംഭവിക്കും? അവരെല്ലാം നഷ്ടപ്പെട്ടു. അവർക്ക് യേശുവില്ല, യേശുവുമായി ബന്ധമില്ല. അവരെല്ലാം മതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല. വരാത്തവരെല്ലാം അവസാന കാലത്ത് സംഭവിക്കുന്നതാണ് വെളിപ്പാടിന്റെ വിഷയം എന്ന് പറയും. അപ്പൊ നമ്മള് വെളിപ്പാട് പഠിക്കുമ്പോൾ ഞാൻ ഈ പറയുന്നത് ശരിയാണോ നോക്കാൻ നിങ്ങളുടെ വീടുകളിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഈ 17-ാം അധ്യായത്തിന് ഫുട്നോട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഫുട്നോട്ട് ഒന്ന് നോക്കണം. ബൈബിളിൽ ഇവിടെ സ്ത്രീ എന്ന് പറയുന്ന റോമ നഗരത്തെയാണ് പറയുന്നതെന്നും അവളുടെ വേശ്യാവൃത്തി എന്ന് പറയുന്ന വിഗ്രഹാരാധനയാണ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഈ ബൈബിളുള്ളവർ നിങ്ങൾ വെളിപ്പാടിന്റെ ഫുട്നോട്ട് KCBC തയ്യാറാക്കിയ ബൈബിൾ അടി നോക്കണം. ഈ സ്ത്രീ എന്ന് പറയുന്നത് റോമാ നഗരത്തിനും അവളുടെ വേശ്യാവൃത്തി എന്ന് പറയുന്നത് വിഗ്രഹാരാധനയാണെന്നും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അവര് മനഃപൂർവ്വം കൊടുത്തതല്ല. 1-ാം നൂറ്റാണ്ടിലെ റോമയെ കുറിച്ചാണ് പറയുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് എഴുതിയതാ. പക്ഷെ ആ വാക്കുകൾ എന്നും വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്. സോ ഇന്ന് നമ്മുടെ
ക്ലാസ്സുകൾ ഏതാണ്ട് നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ക്രോഡീകരിച്ച് ഞാൻ നിർത്താം. മഹാപീഡന കാലത്ത് നാമധേയ ക്രൈസ്തവ സമൂഹത്തിന് എന്ത് സംഭവിക്കും? അവരിൽ ഒരു കൂട്ടർ രക്തസാക്ഷികളായി മാറി രക്ഷപ്പെടും. എന്നാൽ മറ്റേ കൂട്ടർ കൊണ്ട് കാണിച്ച് അവർ രക്ഷയിലേക്ക് വരില്ലെന്ന് മാത്രമല്ല, അവർ യേശുവിനുള്ള ഏകാഗ്രത നഷ്ടപ്പെട്ട സമൂഹമായി യേശുവിനെതിരെ മുമ്പേ വിഗ്രഹങ്ങളെ സേവിച്ചും പുണ്യവാന്മാരെ നമസ്കരിച്ചും മധ്യസ്ഥരോട് പ്രാർത്ഥിച്ചും യേശുവിനെ വചനപ്രകാരം അംഗീകരിക്കാതെ അവരുടെ പരസംഗം തുടരുന്നത് കൊണ്ട് ദൈവത്തിന് ന്യായവിധി അവരുടെ മേലുണ്ടാവും. അങ്ങനെ രണ്ടു കൂട്ടമായിട്ടാണ് നാമധേയ ക്രൈസ്തവ സമൂഹം ഭാവിയിൽ മഹാപീഡന കാലത്ത് മാറ്റപ്പെടാൻ പോകുന്നത്. നമ്മൾ 8-ാം അധ്യായം തീർന്നിട്ടില്ല. 8-ാം അധ്യായത്തിന് തുടക്കം മാത്രമേ ഉള്ളൂ. അതിന്റെ ബാക്ക്ഗ്രൗണ്ടും അതിന്റെ ബാക്കി കാര്യങ്ങളും കിടക്കുന്നതേ ഉള്ളൂ. കംപ്ലീറ്റായി ധരിക്കരുത്. എന്നാൽ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് തിരിയാൻ നമ്മൾ പോയാൽ അത് 10 മണിയും കഴിഞ്ഞ് നീണ്ടുപോകും. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. എല്ലാ ക്ലാസ്സിലും നിങ്ങൾക്ക് ചില നിമിഷങ്ങൾ പഠിച്ച കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ തരാറുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് പഠിപ്പിച്ച കാര്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ, എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിലെ ഡൗട്ട് ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അപ്പൊ ഒത്തിരി പേര് ഡൗട്ട് ചോദിച്ചോണ്ട് എനിക്ക് അത് ചോദിക്കാൻ പറ്റിയില്ല. ഞാൻ ഇന്നൊന്ന് ചോദിച്ചോട്ടെ? ഈ ആഴ്ചയിൽ ഇന്നത്തെ ചാപ്റ്റർ പഠിപ്പിച്ച സ്ത്രീ ആരാണെന്ന് ക്ലിയർ ആയി. കഴിഞ്ഞ 12-ാം അധ്യായത്തിൽ നമ്മൾ ഒരു സ്ത്രീയെയും കുട്ടിയെയും കുറിച്ച് പഠിച്ചിരുന്നല്ലോ. അപ്പം ആ സ്ത്രീ ആരാണ്, ആ കുട്ടി ആരാണെന്ന് ഒന്നും കൂടി ഒന്ന് വിശദീകരിക്കാമോ? ഇത്തരം കാര്യങ്ങള് സുജ കഴിഞ്ഞ ആഴ്ച ചോദിച്ചോണ്ട സമയം കിട്ടിയില്ല, അതെനിക്ക് മനസ്സിലായി. പക്ഷെ അതത് ആഴ്ച തന്നെ ചോദിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. ഓക്കെ, എങ്കിലും പറയാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ച സ്ത്രീ യഹൂദന്മാരാണ്, ഇസ്രായേലാണ്. ഈ ആഴ്ച നമ്മൾ പഠിച്ച സ്ത്രീ ക്രിസ്ത്യാനികളാണ്. ഈ രണ്ടു കൂട്ടർ ഭാഗത്തിലുണ്ട്. ക്രിസ്ത്യാനികൾ എന്ന പേര് പറയുന്ന എല്ലാവരും എടുക്കപ്പെടുന്നില്ല. അപ്പോ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞത് ഇസ്രായേൽ എന്ന സമൂഹത്തെയാണ് അവിടെ സ്ത്രീ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തേത് ആൺകുട്ടിയാര്? ആൺകുട്ടി ഈ സ്ത്രീ ഗർഭിണിയായി പ്രസവിച്ചതാണ്. അതൊരു ആത്മീക ഭാഷയാണ് കേട്ടോ, അക്ഷരികമായിട്ട് കാണണ്ട. ഇവളെങ്ങനെ ഗർഭിണിയായി? ഇവൾ ഗർഭിണിയായത് 2 സാക്ഷികളുടെ 3.5 വർഷത്തെ പ്രവർത്തനം മൂലം ഇസ്രായേൽ എന്ന സ്ത്രീയുടെ അകത്ത് ഒരു ജന്മം നടന്നു, റിവൈവൽ ഗ്രൂപ്പ് ഉണ്ടായി. അങ്ങനെ ഉണർത്തപ്പെട്ട ആ സമൂഹം എത്ര ആണെന്ന കൃത്യമായ കണക്കാണ് 7-ാം അധ്യായത്തിലുള്ളത്. 1,44,000 പേരാണ്. ഇവർക്ക് എന്ത് സംഭവിച്ചു? ഇവരെ നശിപ്പിക്കാൻ പിശാച് രംഗത്ത് വന്നെങ്കിലും ദൈവം അവരെ എടുത്തു. റാപ്പ് സംഭവിച്ചു. അവരാരും മരിക്കേണ്ടി വന്നില്ല, അവരെടുക്കപ്പെട്ടു. അങ്ങനെ എടുക്കപ്പെട്ട 1,44,000 പേരുടെ സമൂഹത്തെയാണ് ആൺകുട്ടി എന്ന് വിളിച്ചിരിക്കുന്നത്. ഞാൻ അതിനോടൊപ്പം തെളിവുകളും വാക്യങ്ങളും പറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോ ആ ചോദ്യത്തിന്റെ ഉത്തരവാണ്. 1, സ്ത്രീ ഇസ്രായേലാണ്, എടുക്കപ്പെടുന്ന സമൂഹമാണ് ആൺകുട്ടി എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ഉത്തരം. ഓക്കെ സാറേ, 14-ാം അധ്യായത്തിൽ കാണുന്ന 144,000 ആൾക്കാർ സെയിം ആണോ? അതായത് 7-ാം അധ്യായത്തിൽ കാണുന്ന അവർ തന്നെയാണോ 14-ാം അധ്യായത്തിൽ കാണുന്നത്? ആ ഒരു നമ്പർ പറയുന്നുള്ളൂ. 7-ാം അധ്യായത്തിൽ ഗ്രൂപ്പിനെ പുറമെ പിന്നെ 154,000 എന്നുള്ള റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, അവരുടെ കാര്യമാണ്. വേറെ 154,000 കാര്യം വേറെ ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക്
അതായിരിക്കും റീസണബിൾ ആൻസർ എന്ന് പറയും. എന്നാൽ അതിന് അപാതമായ വാക്യങ്ങൾ പല ആളുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. നമ്മൾ അതിലേക്ക് പോകാതിരിക്കുക നല്ലത്. കാരണം വ്യാഖ്യാനമാണ് ഒന്ന്. അവർ പറയുന്നത് വിട്ടവരും വിവാഹം കഴിക്കാത്തവരുമായ മൂപ്പന്മാരാണ് ഈ ഒരു കാര്യമെന്നാണ്. നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. ഞാനത് സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച. മറ്റെന്തെങ്കിലും